ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ആലപ്പുഴ കരുവാറ്റ, അതായത് എൻ്റെ നാടാണ് ആലപ്പുഴ. അപ്പം ആലപ്പുഴ കരുവാറ്റ നമുക്ക് വളരെ അടുത്താണ്. എൻ്റെ വീട് കായംകുളാട്ടോ. അപ്പം അടുത്താണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പം കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആലപ്പുഴ കരുവാറ്റയിൽ 13 വയസ്സുള്ള ഒരു കുട്ടിയും അതിൽ കൂട്ടാളികളും ചേർന്ന്, അതായത് 17 18 വയസ്സുള്ള കൂട്ടുകാരും ചേർന്ന് നടത്തിയ ഒരു കൊലപാതകം. അതും സ്വന്തം മുത്തച്ഛനെയാണ് ഇവർ കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ വലിയ. അതും 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാസ്റ്റർ ബ്രെയിൻ. ഇവർ മുന്നേ പ്ലാൻ ചെയ്ത് സിനിമകൾ കണ്ടും, എനിക്ക് തോന്നുന്നു 2017 മറ്റോ ഇറങ്ങിയ സ്പൈഡർ മൂവി, പിന്നെ എനിക്ക് തോന്നുന്നു ദൃശ്യം ഒക്കെ അതിൽ ഉൾപ്പെടുമെന്നാണ് തോന്നുന്നത്. കാരണം പ്ലാൻ എ, പ്ലാൻ ബി, അങ്ങനെ കുറേ പ്ലാനുകളാക്കിയായിട്ടാണ് ഇവരിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ, പിന്നെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ, ഇതൊക്കെ ഇത്രയും വൈരാഗ്യ ബുദ്ധിയോടെ കൂടെ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും വൈരാഗ്യ ബുദ്ധിയോട് കൂടി ചിന്തിച്ച് കൂട്ടി ഒരു പ്ലാൻ തന്നെ, വെൽ പ്ലാനോട് കൂടി തന്നെ ഒരു കൊലപാതകം നടത്തുക, അതിനൊരു സന്ദർഭം വന്നപ്പം എടുത്ത് ചെയ്യുക, അതിൽ കൂട്ടാളികളെ വരുത്തുക, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ളത് പോലും 4 പേരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ അച്ഛനെ കൂടി ഉൾപ്പെടുത്തണം. ഇത് കുഞ്ഞു മക്കൾ വളർന്നു വരുന്ന സാഹചര്യം, ചിലപ്പം അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട് മക്കളെ ഓർത്ത് ഒന്നിനും പോവാതെ ജീവിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത്. അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം എന്താവും നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമകൾ, പിന്നെ വിരൽത്തുമ്പിൽ തന്നെയാണ് കുഞ്ഞു മക്കളുടെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാൻ പറ്റും. നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തണം, അടി കൊടുത്ത് വളർത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു താല്പര്യം. നമ്മൾ അടി കൊടുക്കാതെ വളർത്താൻ പാടില്ല. അത് നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ അടി കൊടുക്കാൻ പറ്റുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, 2 വാക്ക് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവുക, നാട് വിട്ടു പോവുക, കയറെടുക്കുക, തൂങ്ങി മരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർക്കറിയില്ല. അവർക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മക്കൾ രാവിലെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അവർ ഗ്യാങ് കൂടി വീട്ടിൽ താമസിച്ച് വരിക, അവരെന്താണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു പേരൻസിനും അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് അവർ വലുതായി കഴിയുമ്പം അവർ നമ്മളെ സഹായിക്കേണ്ട ഒരാൾ ആണ്. ആ ഒരു ചിന്താഗതി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ഇത്. അവർ വേറൊരു വ്യക്തിയാണ്. അപ്പം അവർ വലുതായി നമ്മുടെ പ്രാരാബ്ദങ്ങളും നമ്മുടെ സങ്കടങ്ങളും അവർ മാറ്റും എന്നുള്ളൊരു, എല്ലാ പേരൻസുകളും അങ്ങനെ ആയിരിക്കും. എല്ലാം ഞാൻ പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നവരില്ല. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കും. മോൻ വലുതായി അല്ലെങ്കിൽ മോള് വലുതായി നമ്മളെ നോക്കും എന്നുള്ളൊരു രീതി, അത് നമ്മൾ മാറ്റേണ്ടത് തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു പരുവം വരെ, അതായത് അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് ചിന്തിക്കാനും ഒരു 10-26 വയസ്സെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ അവർക്ക് ചിന്തിക്കാനുള്ളൊരു ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരിക്കും. കാരണം കൂടുതലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ, സെപ്പറേറ്റ് അച്ഛനും അമ്മയും ശ്രദ്ധയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് അവരുടേതായ സ്നേഹവും ലാളനയും ഒന്നും കിട്ടുന്നില്ല. 13 വയസ്സെന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു പ്രായം തന്നെയാണ്. അതിൽ ഇത്രയും വലിയൊരു മാസ്റ്റർ ബ്രെയിൻ തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നമ്മൾക്ക് ഈ ന്യൂസ് കണ്ട ഒരു ആൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം പല കമൻറ്റുകളും കാണുന്നുണ്ട്, 13 വയസ്സായിരിക്കും, 31 വയസ്സായിരിക്കും, തെറ്റിപ്പോയതായിരിക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിലുള്ള മക്കളെ നമ്മൾ അടിച്ച് തന്നെ വളർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറൊന്നും കൊണ്ടൊന്നുമല്ല. അടിച്ച് വളർത്തിക്കഴിഞ്ഞാൽ അത് പഴയ കാലത്ത് എല്ലാവരും അടിച്ച് തന്നെയാണ് വളർത്തുന്നത്. അവരുടെ ആരെയും മക്കൾ മരിച്ചു പോയിട്ടൊന്നുമില്ല അടിച്ചിട്ടൊന്നും. നമുക്കറിയാം നമ്മുടെ മക്കളെ നമ്മൾ തല്ലുന്നതിൻ്റെ ഒരു
ഓ വേദന എത്രത്തോളം ആവുമെന്ന് അത് മനസ്സിലാക്കി നമ്മൾ തല്ലിയാൽ കുഴപ്പമില്ല. അല്ലാതെ എടുത്തിട്ട് അലക്കുക എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ മോളോട് പറയാറുണ്ട് കേട്ടോ, ഞാൻ വാരി എടുത്തിട്ട് അലക്കുമെന്ന്. നമ്മൾ പറയത്തേ ഉള്ളൂ, ചെയ്യത്തില്ല കേട്ടോ. അത് അവർക്കൊരു പേടി വരാനാണ്. കാരണം നമ്മൾ പറയുമ്പം ആള് തിരിച്ച് പറയാറുണ്ട്. ഉള്ള കാര്യം പറയാലോ. അത് 3ാം ക്ലാസ്സിലായതേ ഉള്ളൂ. തിരിച്ച് പറയാറുണ്ട്. തിരിച്ച് പറയത്തില്ലെന്നല്ല. "അമ്മ എന്താ അങ്ങനെ? അമ്മ എന്താ ഇങ്ങനെ?" ഇങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ "അച്ഛനെന്താ" എന്ന് പറഞ്ഞ് ഒച്ചയില വളരെ ഒച്ചയിലായിരിക്കും സംസാരിക്കുന്നത്. അത് ചിലപ്പം അവർക്ക് കുഞ്ഞുങ്ങളല്ലേ, ആ ഒരു പ്രായമാണ്. കുറേയൊക്കെ നമ്മളത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വയലൻ്റായി പോകാൻ ചാൻസുണ്ട്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് വരുന്നുണ്ട്. 4ലാണ് കുട്ടി പഠിക്കുന്നത്. പെൺകുട്ടിയാണ്. 4ലാണ് പഠിക്കുന്നത്. നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്കൂള് വിട്ട് വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്ലാസ്സിന് പോവുക ഒക്കെ ചെയ്ത് വരുമ്പോൾ നേരെ വീട്ടിൽ ചെല്ലാറില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടെ കൂട്ടം കൂടി പോകും. ശരി, പിള്ളേർ പോയി പഠിച്ച് സമയം ഉച്ചയാകുമ്പം വരും. ഉച്ചയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി വീട്ടിലോട്ട് പോകാറേ ഇല്ല. കുറച്ച് നേരം നമ്മുടെ വീട്ടിൽ കളിക്കും, കുറച്ച് നേരം അടുത്ത വീട്ടിൽ കളിക്കും. അങ്ങനെ കളിച്ച് കളിച്ച് ഒരു വൈകുന്നേരം അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് ആൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അവരുടെ വീട്ടിൽ പോകുന്നത്. ചോദിക്കുമ്പം ആ കുട്ടി പറയുന്നത് വീട്ടിൽ അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല, ചിലപ്പോൾ അച്ഛൻ മാത്രമേ കാണത്തുള്ളൂ, അമ്മ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കളിച്ച് കളിച്ച് അങ്ങ് പോകാറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു കുട്ടികളെ പോലും നമ്മൾ വിശ്വസിച്ച് വേറൊരു വീട്ടിൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അതൊരു സത്യമാണ്. അതെല്ലാവരും മനസ്സിലാവും. നമ്മൾ ആ കുട്ടിയോട് പറയാറുണ്ട്, മോളെ അങ്ങനെ ചെയ്യരുത്, നേരെ വീട്ടിലോട്ട് ചെല്ലുക. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം വേറെ ഒന്നും കിട്ടാറില്ല. കിട്ടുന്ന വീടാണെങ്കിൽ അതേ ഞാൻ പറയുള്ളൂ. ഇന്നത്തെ പേരൻസ് എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞതാ, നമ്മൾ നമ്മുടെ കുട്ടികളെ കുറേ മനസ്സിലാക്കി കൊടുക്കാനുണ്ട്. മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ തല കീറുമില്ല. കാരണം ഫോണിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ 50 വട്ടം പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കണമെന്നില്ല. ഫോണിൽ ആ ഒരു കാര്യം ഒരു വട്ടം ആരെങ്കിലും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പറയും, ശരിയാണല്ലോ, അമ്മ അങ്ങനെ പറയാൻ പാടില്ല. അപ്പം നമ്മളൊരു കാര്യം പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. ഫോണിൽ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറയും, അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഫോണിൽ കാണുന്ന എന്ത് കാര്യങ്ങളും അത് ഉള്ളതാണെന്നുള്ള വിശ്വാസം അത് സത്യമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. ഇപ്പം എൻ്റെ മോള് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഫോൺ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ അത് കുറച്ചൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. ഫോൺ അഡീഷൻ ആവാൻ പാടില്ല. കാരണം ഇന്നത്തെ കാലത്ത് എന്ത് കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ, ഈ ഇടയ്ക്ക് ഈ കരുവാറ്റയിലെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ടി വിയിലൊരു ചർച്ച നടന്നപ്പം ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി അത് ജെമിനിയിൽ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരാളെ കൊലപാതകം ചെയ്യുക, എങ്ങനെയാണ് ഒരു മർഡർ ചെയ്യുക എന്നുള്ളത് കുട്ടിയുടെ ഒരു ക്യൂരിയോസിറ്റി. അപ്പം അതിനെപ്പറ്റി കുട്ടികൾക്ക് എത്രത്തോളം അറിവുകൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതെന്താണ്, ഏതാണ് മർഡർ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരു കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കൊന്നു അല്ലെ ചത്തു ഇങ്ങനെ പറയത്തേ ഉള്ളൂ. കാരണം നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ല എത്രത്തോളമാണ് എന്നുള്ളത്. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമാക്കി കഴിഞ്ഞിട്ടാണ് കൊന്നു എന്നുള്ള വ്യത്യാസവും ചത്തു എന്നുള്ള വ്യത്യാസവും തമ്മിൽ മനസ്സിലാക്കിയത് തന്നെ. അതൊരു സത്യമാണ് കേട്ടോ. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നതും ഒരു പശു ചത്തു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത്രയ്ക്കുള്ള വിവരവും ബോധവും പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഈ 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയും ചിന്തിക്കാനുള്ള കഴിവ്, ഇത്രയും പ്ലാൻ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ പേരൻസ്, അതായത് വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നവർ നമ്മൾ കുറേയൊക്കെ അലേർട്ടായിരിക്കണം. കുഞ്ഞുങ്ങളിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇന്നത്തെ കാലത്ത്. ഈ കുഞ്ഞു മക്കൾ വളർന്നിട്ട് നമുക്ക് വലുതായി കഴിയുമ്പോൾ ഇവരെന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു തരും എന്നൊന്നും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കാൻ പാടില്ല. എന്ത് കിട്ടും എന്നുള്ളത് അവരൊരു ആളായിട്ടങ്ങ് വിട്ടേക്കണം. അവർ എങ്ങനെ വളരുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ, ഇവരുടെ മനസ്സ്
മറ്റുള്ള വ്യക്തികളോട് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കേണ്ട വ്യക്തികളാണ്. അപ്പം അത് മാത്രം നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പൊതുവേ. കാരണം ഈ കുഞ്ഞുങ്ങൾ കാണുന്നതും തലയിലോട്ട് കയറുന്നതും ഒക്കെ വേറെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ്. ഇവർക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു സമയം നമ്മൾ കേൾക്കാറുണ്ട്, വീഡിയോ ഗെയിം കളിച്ച് സ്വയം ആത്മഹത്യ ചെയ്ത് കളയുന്ന എത്രയോ കുഞ്ഞു മക്കളുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് ഫോണിൽ കണ്ടിട്ടായിരുന്നു സ്വന്തമായി. ഇപ്പം അത് സമൂഹത്തിൽ ഇറങ്ങി ചെയ്യാനും തുടങ്ങി ഇന്നത്തെ കാലത്തെ കുട്ടികൾ. നമ്മളത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായുണ്ട്. എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര വിഷമം. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ എന്ത് വിശ്വസിച്ച് നമ്മൾ പുറത്തോട്ടൊന്ന് വിടുക? പുറത്തോട്ട് വിടുമ്പം മറ്റുള്ള കുട്ടികൾ പല സാഹചര്യത്തിൽ വരുന്നതായിരിക്കും ഇവർ. അപ്പം ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു റീസണോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഇവർ ഒന്നാമത്തെ പ്രശ്നം ഇവരുടെ കൂട്ടുകാരിയോട് പറയും. അതിപ്പോൾ എൻ്റെ മോളിപ്പോൾ 3-ലാണെങ്കിൽ ആ തൊട്ടപ്പുറത്തിരിക്കുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയും. അപ്പോൾ ഇവളെപ്പോലെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഓ, അങ്ങനെ ആയിരിക്കുമല്ലേ, ഇങ്ങനെ ആയിരിക്കുമല്ലേ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. അച്ഛനും അമ്മയും നോക്കുന്ന പോലെ ആവില്ല മറ്റൊരാൾ നോക്കിയാൽ. ഞാനതേ പറയത്തുള്ളൂ. സ്വന്തം അച്ഛനും അമ്മയും എത്രത്തോളം കുഞ്ഞുങ്ങളെ നോക്കുന്നോ അതുപോലെ വേറെ ഒരു മനുഷ്യരും നോക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പം കേട്ട് വന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ഇനിയും നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.